ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം അവിവേകം നിന്നെ അനാഥനാക്കും എന്ന വചന സന്ദേശമാണ്. അവിവേകം നമ്മൾ കാട്ടിയാൽ അനാഥബോധത്തിലേക്ക് നാം തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്ത്രീയുടെ ദീനരോധനം ഞാൻ കേട്ടതാണ്. അവർ പറഞ്ഞത്, ഞാനൊരു ശുദ്ധ മണ്ടത്തരം അവിവേകം കാട്ടി. എൻ്റെ ഭർത്താവ് അറിയാതെ, ഭർത്താവിനോട് അനുവാദം ചോദിക്കാതെ എൻ്റെ കുറച്ച് സ്വർണ്ണം എടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അവളുടെ മകളുടെ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പണയം വെക്കാൻ കൊടുത്തു. അധികം താമസിയാതെ തിരിച്ചെടുത്ത് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വേറൊന്നും നോക്കിയില്ല, എടുത്തു കൊടുത്തു. അവൾക്ക് സമയമായപ്പോഴത്തേക്കും ആ കൊണ്ടുപോയവർക്ക് തിരിച്ച് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. ഇനി ഇതേക്കുറിച്ച് ഇതിങ്ങനെ നീണ്ടു പോയപ്പോൾ എങ്ങനെയോ ഭർത്താവിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടു. അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അവൾ ഇന്ന് ഭയപ്പെടുന്നത് ഡിവോഴ്സ്. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കുക എന്നുള്ള ആ ഒരു ഭയം പോലും എന്നെ വല്ലാതെ ബാധിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവർ, നമ്മൾ അവിവേകം കാട്ടിയാൽ അത് നമ്മെ ഇതുപോലത്തെ ചില അനാഥബോധത്തിലേക്ക് തള്ളിവിടാം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ പഠിക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവം നൽകുന്ന ഒരു നിർദ്ദേശം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ദൈവം നിർദ്ദേശം തരുന്നത്. ആ നിർദ്ദേശം നമ്മൾ മാനിക്കണം, അവഗണിക്കരുത്. ഏതാനും വചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. എഫേസസ് 5:15 വചനം പഠിപ്പിക്കുന്നത് എന്താ? അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ നിങ്ങൾ പെരുമാറണം. അവിവേകികളാകരുതെന്ന്. വിവേകപൂർവ്വം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണം. ഇനി അതിനുള്ള ഒരു ശ്രദ്ധ എപ്പോഴും നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. മത്തായി 10:16 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? സർപ്പങ്ങളെപ്പോലെ നിങ്ങൾ വിവേകികളായിരിക്കണം. പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായാൽ മാത്രം പോരാ, അതാകണം. സർപ്പങ്ങളെപ്പോലെ വിവേകികളുമാകണം. അതല്ലെങ്കിൽ അപകടം പതിയിരിക്കുന്നു. അതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 11:22 വായിച്ച ചിലര് സൗന്ദര്യത്തിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കും, വിവേകത്തിന് 0 പ്രാധാന്യം. ഇനി അങ്ങനെയുള്ളവരെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വകതിരിവില്ലാത്ത സുന്ദരിയെക്കുറിച്ച് പറയാവുന്ന ഒരു കാര്യം, അവള് പന്നിയുടെ സ്വർണ്ണ മൂക്കുത്തിക്ക് സമാനം. നമുക്കറിയാലോ, കാര്യം സ്വർണ്ണ മൂക്കുത്തിയാണ്, പക്ഷേ അതിട്ടിരിക്കുന്നത് പന്നിക്കാണ്. നമുക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും വിവേകമില്ലെങ്കിൽ ഏതൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം തള്ളപ്പെടും എന്നുള്ളത് ഇതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വിവേകം ഇംഗ്ലീഷിൽ പ്രൂഡൻസ് എന്ന് പറയും. നമുക്ക് 7 അടിസ്ഥാന തിന്മകളുണ്ട്, സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 അടിസ്ഥാന പുണ്യങ്ങളുണ്ട്, സ്വർഗീയമായ പുണ്യങ്ങൾ. 4 അടിസ്ഥാന പുണ്യങ്ങൾ. അതിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്നത് വിവേകമാണ്. വിവേകം, നീതി, മനസ്ഥൈര്യം, സംയമനം. അങ്ങനെ 4 കാര്യങ്ങളാണ് അടിസ്ഥാന പുണ്യങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. 1-ാം സ്ഥാനം അലങ്കരിക്കുന്നത് വിവേകം. വിവേകം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടാവും. കത്തോലിക്ക സഭ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് സാഹചര്യത്തിലും യഥാർത്ഥ നന്മ എവിടെയാണെന്ന് അറിയാനും ആ നന്മയിലെത്താനുള്ള യഥാർത്ഥ വഴി ഏതെന്നറിയാനും നമ്മെ സഹായിക്കുന്നതാണ് വിവേകം. അപ്പം അതുണ്ടെങ്കിൽ ഒരുപാട് മിസ്റ്റേക്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അവിവേകത്തിൻ്റെ ചില സൂചനകൾ. അവിവേകം നമ്മൾ കാണിക്കുന്നു എന്നതിൻ്റെ ചില സൂചനകൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിവേകം, അഹങ്കാരം, അനാഥത്വം, ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ പരസ്പരം കണക്റ്റഡായി കിടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അവിവേകം നമ്മെ അഹങ്കാരികളാക്കാം. ഇനി അഹങ്കാരപൂർവ്വം നമ്മൾ പെരുമാറി അവസാനം നമുക്ക് അനാഥബോധം അതിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടാകാം. ആദ്യമായിട്ട് തന്നെ ഈ അവിവേകത്തിൻ്റെ 1-ാമത്തെ സൂചനയാണ് അഹങ്കാരം.
പ്രഭാഷകൻ 10-ാം അധ്യായം 7 മുതൽ വായിച്ചാൽ അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പൊടിയും ചാരവുമായ മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? യാഥാർത്ഥ്യം ഇതാണേലും ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അഹങ്കരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകാം. സുഭാഷിതങ്ങൾ 16-18 വായിച്ചാലോ, അഹങ്കാരം നാശത്തിന് മുന്നോടിയാണ് എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുന്നവർ നാശത്തിലേക്കാണ് നടന്നെടുക്കുക. നെബൂഖദ്നേസറിന്റെ ആ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവനെ അനാഥത്വത്തിൽ അല്ലെങ്കിൽ അനാഥബോധത്തിൽ കൊണ്ട് എത്തിച്ചത് എന്തായിരുന്നു? അവൻ്റെ അഹങ്കാരം. അവന് സ്വയം വർണ്ണിച്ച് അല്ലെങ്കിൽ ബാബിലോണിനെ കുറിച്ചൊക്കെ വർണ്ണിച്ച് അഹങ്കരിക്കുന്ന ഒരു രംഗം എവിടെ എത്തി? അവൻ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഓടിക്കപ്പെട്ടു. അവസാനം അവന് വിജന സ്ഥലത്ത് കിടന്ന് മഞ്ഞും മഴയും വെയിലും എല്ലാം കൊള്ളുന്ന ആ ഒരു രംഗം ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 30 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. രണ്ടാമത്തെ കാര്യമാണ് നീരസം വളർത്തുന്ന സാമർഥ്യം. നമ്മൾ സമർത്ഥരാകുന്നത് നല്ലതാണ്, സാമർഥ്യമൊക്കെ ഉള്ളത് നല്ലതാണ്, പക്ഷെ അത് നീരസം വളർത്തുന്നത് ആകരുത്. പ്രഭാഷകൻ 21-12 വായിച്ചാൽ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രഭാഷകൻ 19-23 വായിച്ചാൽ നിന്ദ്യമായ സാമർഥ്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. മൂന്നാമത്തേതാണ് അളവ് വിട്ട് ആരോടെങ്കിലും അടുക്കുന്നത്, അളവ് വിട്ട് പെരുമാറുന്നത്. ഇതരുത്, ഇത് അവിവേകത്തിന്റെ സൂചനയാണെന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 33-30 വചനം കൃത്യമായിട്ട് ഈ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാലാമത്തേതാണ് അനവസരത്തിൽ സാമർഥ്യം കാണിക്കുന്നത് അവിവേകമാണ്. അത് നമുക്ക് നന്മ വരുത്തത്തില്ല. അനവസരത്തിൽ പ്രഭാഷകൻ 32-4 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ വിനോദ പരിപാടികൾക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചില കാണാൻ സാധിക്കും പാർട്ടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, അതിനകത്തല്ല, അവരവരുടെ ഗ്രൂപ്പിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ധ്യാനം നടക്കുമ്പോൾ പോലും ഇങ്ങനെ പെരുമാറുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അനവസരത്തിൽ സാമർഥ്യം പ്രകടിപ്പിക്കുന്നതാണ്. അഞ്ചാമത്തേത് തള്ളിക്കേറിയുള്ള സംസാരം, അത് അവിവേകമാണ് എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 20-8 വായിച്ചാൽ അങ്ങനെയുള്ളവർ വെറുക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ചിലരുണ്ട് ഇടിച്ചു കയറി പ്രവർത്തിക്കും. ഇടിച്ചു കയറി അവരെ ആരും ക്ഷണിച്ചിട്ടൊന്നുമല്ല, അതും അവിവേകമാകാം. 2 തെസ്സലോനിക്ക 3-10 വചനത്തിൽ അങ്ങനെയുള്ളവരെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ചിലര് എല്ലാവരുടെയും കാര്യത്തിൽ അവർ കയറി ഇടപെടും, അത് നല്ലതല്ല എന്ന്. അവസാനത്തെ 7-ാമത്തെ കാര്യമാണ് വാചാലത. ചിലർക്ക് വാചാലത കൂടുതലാണ്, അത് ഒരു അവിവേകമായിട്ട് മാറാം. പ്രഭാഷകൻ 37-20 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വാചാലത മൂലം ചിലപ്പോൾ നീ ശത്രുക്കളെ സമ്പാദിക്കുന്ന അവസ്ഥയുണ്ടാകാം. ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകപൂർവ്വം ജീവിക്കുവാൻ, അത് ദൈവത്തിൻ്റെ കണ്ണുകളിലും സമൂഹത്തിൽ നമുക്ക് സ്ഥാനമുണ്ടാകേണ്ടതിന് ആ വിവേകപൂർവ്വം ജീവിക്കുവാൻ വേണ്ട അഭിഷേകത്തിനായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.